ഉദ്ധ്നോതി ഇതി ഉത്സവ. മുകളിലേക്കുള്ള പ്രയാണം തന്നെയാണ് ഉത്സവം. അപ്പോൾ ഓരോ വർഷത്തും നടക്കുന്നതായ ക്ഷേത്ര ഉത്സവങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ഒരുക്കങ്ങൾ ആരംഭിക്കും. ആ ഒരുക്കങ്ങൾ ആരംഭിച്ച് കൊടിയേറ്റ് ഉത്സവമായാലും നവക പഞ്ചഗവിയായിട്ടായാലും ഇനി താലപ്പൊലി ഉത്സവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉത്സവങ്ങളായിട്ട് നിരവധി തരത്തിലുള്ള ഉത്സവങ്ങൾ ലോകത്ത് നടക്കുന്നു. ആ ലോകത്ത് നടക്കുന്ന ഉദ്ധ്നോതി ഉത്സവത്തിന് ശേഷം ഉത്സവ പിറ്റേന്ന് എന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പോൾ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ദിവസങ്ങളാണ് പ്രധാനം എന്നർത്ഥം. അപ്പോൾ ഉത്സവത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് തന്നെ പ്രധാനമാണ് ഉത്സവത്തിന് ശേഷമുള്ള ഒരുക്കങ്ങളുടെ ദിവസവും. അപ്പോൾ ഉത്സവത്തിന് ശേഷം ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയാക്കിയിടുക, ക്ഷേത്രത്തിന് അകത്ത് വൃത്തിയാക്കിയിടുക, ക്ഷേത്രത്തിന് ചുറ്റും പരിസരവും വൃത്തിയാക്കിയിടുക, വേസ്റ്റ് പാത്രങ്ങളൊക്കെ കുഴി കൊണ്ടിട്ട് കത്തിക്കുക. അത് ദഹനം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അഗ്നിക്ക് നൽകേണ്ടതാണ്, അഗ്നിക്ക് അവകാശപ്പെട്ടതാണ് എല്ലാം എന്നർത്ഥം. അപ്പോൾ ഒരു വീട് പണിയുന്നതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് അറിയാം. വീട്ടിൽ ഒരു സ്ഥലം ആദ്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഖനനം ചെയ്ത് എന്തെങ്കിലും എല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്മശാന ഭൂമിയായിരുന്നു നോക്കാനുണ്ട്. എല്ലാം എന്തെങ്കിലും അങ്ങനെയുള്ള പറക്കി കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ കാട എല്ലാം കൂടെ ഇട്ട് കരിച്ച് ചാരം അതിലാക്കിയിടും. ഖനനം, ദഹനം. പിന്നെയോ നല്ല മണ്ണ് കൊണ്ട് ആ ഇടുത്തതായ മണ്ണിൻ്റെ കരടൊക്കെ മാറ്റി അതിനകത്ത് എന്തെങ്കിലും കഷ്ണങ്ങളോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആ മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യും. പോരാത്തത് നല്ല മണ്ണും കൊണ്ട് ഫില്ല് ചെയ്യും. പൂരണം. പിന്നെ ഗോ നിവാസനം. പശുവിനെ കെട്ടി അവിടെ ചാണകാദികളൊക്കെ കൊണ്ട് നിറച്ച് ആ പറമ്പ് മുഴുവനാക്കും. ഗോ നിവാസനം. പിന്നെ വിപ്രോച്ചിഷ്ടം ച ഗവ്യം ച. അവിടെ വിളക്ക് വെച്ച ഒരു ബ്രാഹ്മണനെങ്കിലും തൃത്വേ ബഹുത്വ സിദ്ധി എന്നാണ് പറയുന്നത്. 1, 2, 3 കൂടുതൽ ബ്രാഹ്മണർ വേണമെന്നൊക്കെയാണ്. എന്നാലും ഒരു ബ്രാഹ്മണനെങ്കിലും ആ പറമ്പിൽ വെച്ച് കാലുപൂജയ്ക്ക് നൽകി വിപ്രോച്ചിഷ്ടം അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ പറമ്പ് വൃത്തിയാകും. ആ പറമ്പ് വൃത്തിയാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ഷേത്രമാണെങ്കിലും ഇല്ലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളാണെങ്കിലും ഏത് ഭാരതീയ ശാസ്ത്രപ്രകാരമുള്ളതായ ഒരു ചതുരമുള്ളതായ ഒരു സ്ഥലത്തിന് പോലും ഇത്രയേറെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ആ സംഭവം ശുദ്ധമാക്കുന്നത്. പിന്നെ സ്വയംഭൂ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ സ്വയംഭൂ ക്ഷേത്രങ്ങൾ വെച്ചെടുത്തൊക്കെ താഴെ മുതൽ ഷടാധാര പങ്കേരുകാന്തർ ഷടാധാരങ്ങൾ സ്ഥാപിച്ച് അവിടെ നപുംസ ശിലാദികളെ കൊണ്ട് പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്നെയാണ് അവിടെ ചൈതന്യം വരുത്തുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്സവത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയാക്കിയിരിക്കണം. അത് നാട്ടുകാരുടെ സഹകരണം വേണം, അത് ജീവനക്കാരുടെ സഹകരണം വേണം, എല്ലാവരുടെയും സഹകരണം വേണം. അല്ലെങ്കിൽ ഉത്സവം നടത്തിയിട്ട് ഒരു കാര്യമില്ല. പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. കുറേ വേസ്റ്റ് പാത്രങ്ങൾ, കുറേ ഡിസ്പോസിബിൾ സാധനങ്ങൾ, കുറേ ആഹാരം കഴിച്ച പദാർത്ഥങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഇല്ല. അങ്ങനെയല്ല വേണ്ടത്. ഇത്രയേറെ ചൈതന്യവത്തായിരിക്കുന്നതായ ഒരു ചൈതന്യത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ ആറാട്ട് ഭഗവാൻ അറിയാം എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും. മനുഷ്യനല്ലേ, പ്രവൃത്തിയുടെ കൊണ്ട് ചിലപ്പോൾ കൈ നനയ്ക്കാൻ പറ്റും. അപ്പോൾ ആറാട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഭഗവാന് കുളിച്ച് വീണ്ടും ഫ്രഷ് ആവാനായിക്കൊണ്ടാണ്. ഈ ആറാട്ട് കടയിൽ വെക്കുന്നതായ മഞ്ഞപ്പൊടി നമ്മൾ തൊട്ട് ചെയ്യുമ്പോൾ എന്താവും? അവിടെ ആ ഉത്സവത്തിൽ നമ്മളും ചൈതന്യവത്തായിത്തീരുന്നർത്ഥം. അപ്പോൾ ചൈതന്യവത്തായിരിക്കുന്ന ഒന്നിനെ ചൈതന്യവർദ്ധമായി നിലനിർത്തി തന്ത്രി ഇവിടുന്ന് ആയാലും ക്ഷേത്രത്തിലും പോയി ഉത്സവം കഴിഞ്ഞ ഉടനെ പോകും. അദ്ദേഹം ഋത്യുജോ ദത്തദക്ഷിണ. ഋത്യജന്മാർ അതുപോലെ തന്നെ വേദജന്മാരൊക്കെ ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോകും. അവർക്ക് വേറെ പല കാര്യങ്ങൾക്കും പോകണ്ടേ, അവരുടെ കുടുംബകാര്യങ്ങൾക്ക് പോകണം. വൈകുന്നേരം ശുദ്ധി ഉണ്ടാവും. അപ്പോൾ ഇന്ന മേശാന്തിയുടെ ഇന്ന് പ്രസാദം മേടിക്കുന്ന നമുക്കത് സന്തോഷം. ഞാനാണെങ്കിലും അങ്ങനെയല്ലേ, മേശാന്തിയുടെ ഇന്ന് പ്രസാദം മേടിക്കുന്നതിന് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു അമ്പലത്തിൽ പോയാലും മേശാന്തിയിൽ നിന്ന് പ്രസാദം മേടിക്കുന്ന സന്തോഷം. അപ്പോൾ ആ സന്തോഷം നിലനിർത്തിക്കൊണ്ടതായ പ്രസാദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും ഒരു ഫാമിലിക്ക് തുടങ്ങുന്ന കൂടുതലുള്ളതായ ചന്ദനോ ഭസ്മോ പൂവോ സ്വീകരിക്കരുത്. ആ പൂവ് ഇവിടെ തൊട്ടിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ പോകുന്ന വഴിക്കങ്ങോട്ട് ഇട്ടു പോകും. അതറിയാതെ ഏതെങ്കിലും ജീവികളോ മനുഷ്യനോ ചവിട്ടി കഴിഞ്ഞാൽ ആ പുഷ്പാഞ്ജലി കഴിച്ച തന്ത്രിക്കോ എനിക്കോ ആ മേടിച്ച ആൾക്കോ ജീവനക്കാർക്കോ പ്രയോജനമില്ല. അപ്പോൾ ഒരു പുഷ്പാഞ്ജലിക്ക് 10 പിടി പൂവ് നമ്മൾ അർപ്പിച്ചാലോ അത് മുഴുവൻ എവിടെ കൊണ്ടിടും? ക്ഷേത്ര പരിസരങ്ങളും അവിടെയൊക്കെ കൊണ്ടിടും. അത് ചവിട്ടുന്നേടത്തും തുപ്പുന്നേടത്തും കൊണ്ടിടും.
അപ്പോൾ വീടുകളിലാണെങ്കിലും പ്രസാദം മേടിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഡപ്പിയിൽ അരച്ച് വെച്ച് ബാക്കി തുളസി ചോട്ടിലോ തുപ്പാത്തടുത്തോ ചവിട്ടാടത്തടുത്തോ ഉപയോഗിക്കുക. അപ്പോൾ ഈ വർഷം നമ്മൾ വിചാരിക്കാം ഈ വർഷം നമ്മൾ 10 പറ പൂവ് ഉപയോഗിക്കാം വിചാരിച്ചു 10 പറ പൂവ് മേടിച്ചു, 10 പറ പൂവ് ഉപയോഗിച്ചു. അടുത്ത വർഷം ആ സാഹചര്യങ്ങൾ 10 പറ ഇല്ലെങ്കിലോ വർഷം വയ്ക്കുമ്പോൾ പറയും കഴിഞ്ഞ വർഷം 10 പറ ഉപയോഗിച്ചു, ഈ വർഷം 10 പറ മേടിച്ചില്ല. അപ്പോൾ മേടിക്കേണ്ടതായ പൂവ് ഒരു പറയുകയാണെങ്കിൽ ഒരു പറ തന്ത്രയുടെ ദൃഷ്ടിപ്രകാരം മേടിച്ചിരിക്കണം, ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ കൃത്യം അളവ് മേടിച്ചിരിക്കണം. അതിൽ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രശ്നം വയ്ക്കുമ്പോൾ പറയും കഴിഞ്ഞ വർഷം 10 പറ മേടിച്ചിരുന്നു, ഉപയോഗിച്ചാലില്ല അടുത്ത വർഷം മുതൽ 10 പറ പൂവ് വേണം, പൂവിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഓരോ തന്ത്രപ്രകാരമുള്ള ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൃത്യമായിരിക്കണം. അത് ഉപയോഗിച്ചാലും വേസ്റ്റ് തള്ളിയാൽ പോലും അത് ഉണ്ടായിരിക്കണം അവിടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചില അനിയന്മാർ വന്നാൽ കൂടുതൽ കൊടുക്കും, ചിലർ അവരുടെ ആവശ്യത്തിന് കൊടുക്കും. ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചിലർക്ക് അഭിഷേകത്തിനാണ് പ്രധാനം, ചിലർ കഴിക്കുന്ന അർച്ചനയ്ക്കാണ് പ്രധാനം, ചിലർക്ക് എന്നാൽ കുട്ടികൾ വന്നാൽ ഇത്തിരി പഴം കൊടുക്കാൻ അല്ലെങ്കിൽ കൽക്കണ്ണം കൊടുക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ ഏത് തന്ത്രിയുടെ ബോധം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രീതിക്ക് ഒരുക്കി കൊടുക്കുക, അതാണ് ഒരു പരികർമ്മയുടെ അല്ലെങ്കിൽ ഒരു മേശാന്തിയുടെ ധർമ്മം. അപ്പോൾ ധർമ്മ അധർമ്മ വിവേചന ശക്തി ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതായ ക്ഷേത്രങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്രവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഉത്സവം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ സഹകരിച്ച് ക്ഷേത്ര പരിസരം ശുദ്ധി ആക്കി ഇടണം. അല്ലെങ്കിൽ 4, 5 ദിവസമോ 6, 7 ദിവസം നടന്ന ഉത്സവത്തിൻ്റെ ആ ചൈതന്യത്തിന് ലോപം വരും. ഒരു ദിവസം വയ്യ, ഞങ്ങൾക്ക് 3-4 ദിവസമായി ഉറക്കുളയ്ക്കുന്നു, വേണ്ട കിടന്നുറങ്ങിക്കോളൂ, അത് കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാൻ പാടില്ല. ഈ ക്ഷേത്രത്തിന് മാത്രം പറയുന്നതല്ല, മറ്റു ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ വലിയ വലിയ ക്ഷേത്രങ്ങളിലും തൊഴുവാൻ പോകുമ്പോൾ മിക്കവാറും ആറാട്ട് ദിവസമാണ് പോവാറ്. വലിയ വെളുക്കിലെ ആറാട്ടിന് തൊഴുവാനൊരു പ്രത്യേകതയുണ്ട്, നമുക്കും ചൈതന്യം കിട്ടും. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സങ്കടമാണ് ക്ഷേത്ര പരിസരങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കാൻ ഭഗവാൻ സങ്കടമാണ് ആസ് ഏർലി ആസ് പോസിബിൾ. ഉത്സവം കഴിഞ്ഞ് ക്ഷേത്ര പരിസരങ്ങൾ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കിയെങ്കിൽ പതുക്കെ ആ ചൈതന്യത്തിന് ലോപം വരുന്നു ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉത്സവം നടത്തുന്ന 1 മാസം കഷ്ടപ്പെട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കുന്ന പോലെ തന്നെ ഉത്സവം കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയാക്കിയിടുക. അല്ലെങ്കിൽ ഞാനടക്കമുള്ള മേശാന്തിമാർക്ക്, ജീവനക്കാർക്ക്, മറ്റുള്ളവർക്ക്, അതുപോലെ നാട്ടുകാർക്ക്, കമ്മിറ്റിക്കാർക്ക് ഒക്കെ ഇതിൻ്റെ പതുക്കെ ശക്തി കുറഞ്ഞു വരികയും വീണ്ടും പഴയ ദുരിതങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും അപകടങ്ങളിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ ഒന്നോടെ നിർബന്ധമായിട്ടും ഓർമ്മിപ്പിക്കുന്നു, അവനവൻ്റെ ഇല്ലങ്ങളിൽ അവനവൻ്റെ വീടുകളിൽ വിശേഷം നടന്നാൽ എങ്ങനെയാണ്? കാറ്ററിംഗുകാരെ അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എല്ലാ ബന്ധുക്കളും ചേർന്ന് വർത്താനം പറഞ്ഞു വീട് കഴുകി വൃത്തിയാക്കി പാത്രങ്ങളെ കമത്തിയിട്ടല്ലേ പോകണുള്ളൂ ഒരു ദിവസം കൂടെ നിന്നാൽ. അപ്പോൾ സ്വന്തം വീടിന് നമുക്ക് കുഴപ്പമില്ല, ഞാനടക്കം സ്വന്തം വീടൊക്കെ വൃത്തിയാക്കാൻ വളരെ വൃത്തിയാക്കാൻ ചുറ്റമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കുറച്ച് ഞങ്ങളും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുക. ട്രെയിൻ രാത്രി 10 മണിക്കാണ് ഞങ്ങൾ അപ്പോഴേ പോവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വീട് വൃത്തിയാക്കാനുള്ള ഉത്സാഹത്തിൻ്റെ പകുതിയെങ്കിലും ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഫുഡ് പൊല്യൂഷൻസ്, പനി, ജലദോഷം, ചുമ ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര അന്തരീക്ഷത്തെ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ ഉത്സവത്തിൻ്റെ പ്രയോജനം കിട്ടുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.